ഹലോ. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിൽ 50 സ്ഥലങ്ങളിൽ ഏഴാമത്തെ സ്ഥലമായ കർണാടകയിലെ ഗോകർണയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കാർവാറിൽ തന്നെയാണ്. അപ്പോൾ കാർവാറിൽ നിന്ന് ബസ്സിൽ കയറിയിട്ട് വേണം ഇനി ഗോകർണയിലോട്ട് പോകാൻ. ട്രെയിനിൻ്റെ ടൈം നോക്കുമ്പോൾ രാവിലെ 5 മണിക്കും പിന്നെ 5:30ക്കുമാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നേരെ ബസ് കയറിയിട്ട് വേണം ഇനി അങ്ങോട്ട് പോകണം. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. 49 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ. ബസ് സ്റ്റാൻഡിലോട്ട് പോയി ബസ് കയറിയിട്ട് ഇനി ഗോകർണയിലോട്ട് പോവാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നടന്ന് കാർവാർ ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഇതാണ് കാർവാറിലെ KSRTC ബസ് സ്റ്റാൻഡ്. അന്നേരം ഇനി ഇവിടുന്ന് ഗോകർണയിലോട്ടുള്ള ബസ് നോക്കിയിട്ട് വേണം കയറി പോകാൻ. ഇവിടെയൊക്കെ കുറേ ബസ്സുകൾ കാണുന്നുണ്ട്, പോയി തിരക്കി നോക്കാം. അങ്ങനെയാണ്ട് നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഗോകർണയിലോട്ട് ഡയറക്റ്റ് ബസ്സില്ല. അങ്കോല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം ഗോകർണയിലോട്ട് ബസ് കയറാൻ. ഇവിടുന്ന് 33 കിലോമീറ്ററാണ് അങ്കോല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ളത്. 58 രൂപയാണ് ടിക്കറ്റിന് ചാർജ് ആയിട്ടുള്ളത്. അവിടെ ബസ് എടുക്കാൻ നിൽക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ കാർവാർ ടൗണിൽ നിന്ന് ബസ് എടുത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് 39 കിലോമീറ്റർ ഓടി അങ്കോല ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. റോഡൊക്കെ നല്ലതായതുകൊണ്ട് നല്ല സ്പീഡായിരുന്നു വണ്ടിക്ക്. അങ്ങനെ അങ്കോല ബസ് സ്റ്റാൻഡിലെത്തി. ഇതാണ് അങ്കോല ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ മാർക്കറ്റിലോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇങ്ങനെ മാർക്കറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇവിടെ കുറച്ച് ജിലേബികളെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കടയാണ്. ജിലേബി, ലഡു, അതുപോലെ ഒരു മുറുക്ക് പോലൊരു സാധനം എന്തോ ഉണ്ട് മഞ്ഞ കളറിൽ. അതിൻ്റെ അപ്പുറത്ത് കോഴികളെല്ലാം നാടൻ കോഴികളാണ്. കോഴികളൊക്കെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. കടകളെല്ലാം ഇങ്ങനെ റോഡ് സൈഡിൽ ഇട്ടിട്ട് ഓരോ നെറ്റെല്ലാം കെട്ടിയിട്ട് അതിലിട്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അവിടെ വീണ്ടും ഇവിടെ ഒരു സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്നൊരു കടയാണ്. ഇതുപോലെ ഒരുപാട് കടകളുണ്ട് ചെറുത്. അതേ വീണ്ടും അതുപോലെ തന്നെ കേട്ടോ. ഈ മുറുക്കാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഈ മഞ്ഞ കളറുള്ള ഒരു നീളത്തിലുള്ള ഒരു മുറുക്കാണ്. ഇതാണ് കൂടുതലുള്ളതാണ്ട് ജിലേബി. ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ റോഡിൻ്റെ സൈഡിലായിട്ട്. ഇതുപോലെ കോഴികളെല്ലാം ഇട്ടിട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. കട്ട് ചെയ്ത് കൊടുക്കത്തില്ല, ഇതുപോലെ മേടിച്ച് പോയിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്യേണ്ടി വരും. ഇതുണ്ട് കോഴികളൊക്കെ ഇതുപോലെ കാലെല്ലാം കെട്ടി വെച്ചേക്കുവാണ്. ഇവർ വളർത്തുന്ന കോഴിയാണോ അതോ ഈ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവർ സെയിൽ ചെയ്യുകയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് റോഡിൻ്റെ ആ സൈഡിലായിട്ട് കുറച്ച് തണ്ണിമത്തനെല്ലാം കൂട്ടിയിട്ടിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. കോഴിയുണ്ട്, ഏറ്റവും കോഴി കച്ചവടമാണ് കൂടുതൽ. കുറേ ആൾക്കാർ മേടിച്ചെല്ലാം പോകുന്നുണ്ട്. കോഴിയുടെ കാലെല്ലാം കെട്ടി ചുമ്മാ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കച്ചവടത്തിനായിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കോഴിയെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് അങ്കോളയിലെ മാർക്കറ്റ് കേട്ടോ. ഈ സൈഡിൽ കൂടുതലും മീനിൻ്റെ കച്ചവടങ്ങളാണ്. മീനെല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഉണക്കമീനെല്ലാം വിട്ട് വെക്കുന്നത്, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം വിട്ട് വെക്കുന്നത്. ഈ റോഡിൻ്റെ ഈ സൈഡിലോട്ടും ഇതുപോലെ തന്നെ മാർക്കറ്റാണ്. ചെറിയ ചെറിയ ഫുട്പാത്തിലെ കച്ചവടങ്ങളാണ്. എല്ലാവരും ഇതുപോലെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, അതുപോലെ കോഴികൾ എല്ലാം ഇട്ട് ഇതുപോലെ കച്ചവടം ചെയ്യുന്നതാണ്. അല്ലാണ്ട് തേങ്ങ മാത്രമായിട്ട് ഇട്ട് വെക്കുന്നത്, അതുപോലെയുള്ള കച്ചവടങ്ങളാണ് മൊത്തമായിട്ട്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് ഒരു പൂവെല്ലാം ഇട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെയാണ്ട് ഒരുപാട് മാങ്ങയുണ്ട് കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ കാലമാണെന്ന് തോന്നുന്നു. ഒരുപാട് മാങ്ങയുണ്ട്. ഇതുപോലെ നല്ല പഴുത്തത് പച്ചയൊക്കെ ആയിട്ടുള്ള ഒരുപാട് മാങ്ങയുണ്ട്. അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങയാണ്. ഇതൊരു ഫിഷ് മാർക്കറ്റ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിനകത്തെല്ലാം കച്ചവടം നടക്കുന്നുണ്ട്. ഇതൊക്കെ പച്ചമീനിൻ്റെ കച്ചവടമാണ് കേട്ടോ.
കൂടുതലും ഈ സൈഡിൽ പച്ചമീനാണ് ഇട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചിപ്പിയെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ മീനിൻ്റെ മാർക്കറ്റിൽ. അതുകൊണ്ട് ഈ സൈഡിലായിട്ടാണ്ട് ഫിഷെല്ലാം മേടിച്ചവർ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് പച്ചമീൻ, ചെമ്മീൻ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കൂടുതലും സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നത്. ഈ കച്ചവടങ്ങളെല്ലാം ചെയ്യുന്നതും കൂടുതലും സ്ത്രീകളാണ്. ഇത് ചിപ്പിയാണ് കേട്ടോ. ചിപ്പി തോട് കളഞ്ഞിട്ട് അതിൻ്റെ മാംസം മാത്രമായിട്ട് വെച്ചേക്കുന്നതാണ്. അതങ്ങനെ ഇവിടെ മേടിക്കാൻ പറ്റും. കണ്ടോ, ചിപ്പിയെല്ലാം തോട് കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഉണക്കമീൻ, ചീരയ്ക്ക്, ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇവർ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. ഈ മീനിൻ്റെ കൂടെ തന്നെ ഇട്ട് വിൽക്കുന്ന ചീരയിലാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഇലത്തരങ്ങൾ, ഇതിവിടെ ഞാവലിരിക്കുന്നു. ഇതുപോലെ കുറച്ച് മാങ്ങയെല്ലാം ഇരിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കായിക്കൊണ്ടിരിക്കുന്നൊരു മാർക്കറ്റാണിത്. ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി വരുമ്പോൾ മൊത്തം വെജിറ്റബിൾസാണ് കച്ചവടം ചെയ്യുന്നത്. പച്ചക്കറികൾ ഇട്ടുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ഈ പച്ചക്കറിൻ്റെ ഇടയിലൊക്കെല്ലാം എല്ലായിടത്തും ഇതുപോലെ മാങ്ങയുണ്ട്. എല്ലാ ഇതിലും മാങ്ങയുണ്ട്. അതുപോലെ കണ്ട് ഇത് സവാളയെല്ലാം ഇതാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ. ഇത് നല്ല രസമുണ്ട് ആക്കി വെച്ചേക്കുന്നത്. കൂട്ടിയിടാതെ ഇവർക്കിത് എടുത്ത് പോകാൻ നേരത്തെ ഇത് വരെ എളുപ്പമായിരിക്കും ഇത് കൊണ്ടുപോകാനൊക്കെ. അതുപോലെ തണ്ണിമത്തന്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. കണ്ടിരിക്കും നല്ല പച്ച കളർ ചാമ്പയ്ക്ക ഇരിക്കുന്നുണ്ട്. ചാമ്പയ്ക്കെല്ലാം കൊട്ടയിലാക്കി വെച്ചേക്കുന്നതാണ്. അതുപോലെ കൂടുതൽ ഈ മാങ്ങയാണ് കേട്ടോ കാണുന്നത്. മാങ്ങയുടെ കച്ചവടമാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ പലതരം സാധനങ്ങളുമായിട്ട് കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നത്. എല്ലാം കൂടുതലും സ്ത്രീകളാണ്. ഇതുപോലെ ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു കുടയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതുപോലെ ഹോൾസെയിൽ കടയിൽ നിന്നെല്ലാം സാധനം എടുത്തിട്ട് ഇവർ ഇവിടെ ഇരുന്ന് വിൽക്കുന്നതാണ്. ഇവർക്ക് ചെറിയൊരു ലാഭം കിട്ടുമല്ലോ. അപ്പോൾ കൂടുതലും സ്ത്രീകളാണ് കച്ചവടം ചെയ്യുന്നത്. കണ്ടില്ലേ, തണ്ണിമത്തനാണ് ഈ ഭാഗത്ത്. ഈ സൈഡിലെല്ലാം കോഴിയുടെ കച്ചവടങ്ങളാണ്. കോഴിക്ക് വരുന്ന ജോഡിക്ക് 600 രൂപയാണ് ഇവർ പറയുന്നത്. ഹോൾസെയിൽ റേറ്റ് ആണെന്നെല്ലാം പറയുന്നത്. ജോഡിക്ക് 600 രൂപ. അത്യാവശ്യം വലുപ്പമുള്ള കോഴികളാണ്. അതുപോലെ അതിൻ്റെ പുറത്ത് വിട്ട് വിൽക്കുന്നുണ്ട്. കാലെല്ലാം കെട്ടിയിട്ട് ഇതുപോലെ പെയറായിട്ടാണ് കൊടുക്കുന്നത്. ജോഡിയായിട്ട് കൊടുക്കുന്നത്. ജോഡിക്ക് 600 രൂപയാണ് റേറ്റ്. ആ സൈഡിലെല്ലാം ഇതുപോലെ പിടിച്ച് നിൽക്കുവാണ് കോഴിയെ. പിന്നെ മാർക്കറ്റിൽ നിന്ന് തിരിച്ച് നടന്ന് അങ്കോള ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ ബസ് കയറിയിട്ട് ഗോകർണയിലോട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കരിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കരിക്കിൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കരിക്കെല്ലാം മേടിച്ച് കുടിച്ച് പിന്നെ നമുക്ക് ബസ് കയറിയിട്ട് ഗോകർണയിലോട്ട് പോകാം. അങ്ങനെയാണ്ട് ഇവിടെ ഒരു ഗോകർണ ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമുക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ യൂണിഫോം കണ്ടില്ലേ. ബസ്സിൽ വർക്ക് ചെയ്യുന്നവരുടെ യൂണിഫോമായി. ഇങ്ങനെ നമ്മൾ അങ്കോളയിൽ നിന്ന് ഗോകർണയിലോട്ടുള്ള ബസ്സിൽ കയറി കേട്ടോ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 18 കിലോമീറ്ററാണ് ഗോകർണയിലോട്ടുള്ളത്. നമുക്ക് 29 രൂപയാണ് ബസ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മൾ ഗോകർണ ബസ് സ്റ്റാൻഡിലെത്തി. ഈ കാണുന്നതാണ് ഗോകർണ KSRTC ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇവിടുന്ന് പോയിട്ട് ഫസ്റ്റ് റൂം എടുക്കണം. റൂം എടുത്തതിന് ശേഷം വേണം ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാനിറങ്ങാൻ. അപ്പോൾ നിങ്ങൾ ഗോകർണയിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ബൈക്ക് ടാക്സി കിട്ടും കേട്ടോ. ബൈക്കൊക്കെ റെൻ്റലിന് കിട്ടും. അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് ലോഡ്ജ് എല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമ്മളിവിടെ വന്ന് ഒരു ഹോട്ടലിൽ കയറി മീൽസ് എല്ലാം കഴിച്ചിരുന്നു കേട്ടോ. മീൽസിൻ്റെ കൂടെ 2 പൂരി, അങ്ങനെ ഒരു ഇതായിരുന്നു. വെജിറ്റേറിയൻ മീൽസ് ആയിരുന്നു. 120 രൂപയായി. 6 രൂപ ടാക്സ് ആയിട്ട് 126 രൂപയായി ടോട്ടൽ. അപ്പോൾ റൂം എടുത്ത് അത്യാവശ്യം നല്ല റൂമാണ്. ഒരു ദിവസത്തിന് 600 രൂപയാണ് റെൻറ്റ് ആവുന്നത്. ഒരു 4-5 സ്ഥലത്ത് നമ്മൾ കയറി നോക്കി. എല്ലായിടത്തും ഇതുപോലെ 700-800 രൂപയ്ക്കാണ് പറയുന്നത്.
അങ്ങനെ അവസാനം ഇവിടെ 700 രൂപയാണ് പറഞ്ഞത്. അവസാനം പറഞ്ഞ് 600 രൂപയ്ക്ക് അവർ റൂം തന്നു. അപ്പോൾ ആ റൂം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഗോകർണ മെയിൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. അതാണ് മഹാബലേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു കവാടം കേട്ടോ. അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ബീച്ചുള്ളത്. ഈ പോകുന്ന വഴിക്കെല്ലാം സൈഡിൽ ഇതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. പൂജ ഐറ്റംസ് എല്ലാം കച്ചവടം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ആൾക്കാർ നിന്നുകൊണ്ട് പൂക്കളെല്ലാം വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഇലയിലെല്ലാം ആക്കിയിട്ട് ഇതുപോലെ ഫ്ലവറുകളെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണിത്. ഈ ബീച്ചിൻ്റെയൊക്കെ ഭാഗങ്ങളിലായിട്ട് തന്നെ ഒരുപാട് റൂംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് സ്പൈസീസിൻ്റെ കടകളെല്ലാം ഉണ്ട് താഴെ. എല്ലാ ആൾക്കാരും പർച്ചേസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ്. അങ്ങനെ റൂംസ് എല്ലാം ഒരുപാട് കിട്ടും. അങ്ങനെ കുറച്ചിങ്ങോട്ട് നടന്നു വന്ന് ഗോകർണ മെയിൻ ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാം ഉണ്ട്. കൂടുതൽ ഈ തീർത്ഥാടകരാണ് ഈ വരുന്നത്. ഈ മഹാബലേശ്വര ക്ഷേത്രത്തിലോട്ട് വരുന്ന തീർത്ഥാടകരാണ് ഇവിടെ കൂടുതലും വന്നിട്ട് ഈ ബീച്ചിലെല്ലാം കുളിക്കുന്നുണ്ട്. കുളിച്ചതിന് ശേഷം നമുക്ക് പൈസ കൊടുത്തിട്ടാണ്ടേ ഇവിടെ ടോയ്ലറ്റ് ആൻഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് പേ ആൻഡ് യൂസ് ആണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ചുറ്റും ചെറിയ ചെറിയ കടകളെല്ലാം ആയിട്ട് ഉണ്ട്. ബീച്ചിലാണെങ്കിലാണ്ട് കുറച്ച് ഒട്ടകങ്ങളൊക്കെ ആയിട്ട് കുറച്ച് റൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ ആൾക്കാരെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നെല്ലാം ഉണ്ട്. ആ സൈഡിലായിട്ട് കുറച്ച് കൊച്ചുവള്ളങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടെയുള്ള ആൾക്കാരുടെ മത്സ്യബന്ധന മാർഗമാണ്. വേണ്ടില്ലേ, ഈ മലയ്ക്ക് അപ്പുറത്താണ് കുഡ്ല ബീച്ച് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകണം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ. അത്യാവശ്യം നല്ല വലിയൊരു ബീച്ചാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള നല്ലൊരു ബീച്ചാണ് ഈ ഗോകർണ മെയിൻ ബീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ഒരു ടെമ്പിൾ ഉണ്ട്. രാമതീർത്ഥ പുഷ്കരണി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഒരു ഹനുമാൻ്റെ ഒരു വിഗ്രഹം എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കാണാൻ. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗോകർണ ബീച്ചിലോട്ട് നമുക്ക് ശരിക്കും ഇവിടുന്ന് കാണാം. ആ കാണുന്നതാണ് ഗോകർണ ബീച്ച്. അങ്ങനെ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഈ മലയുടെ ചെരുവിലായിട്ടാണ്ട് ഒരു ഒറ്റക്കല്ലിൽ പണിത് വെച്ചേക്കുന്നത് ഒരു മുഖം പണിതിട്ടുണ്ട് കണ്ടോ. ഒറ്റക്കല്ലിൽ നല്ല മനോഹരമായിട്ടാണ് കൊത്തി വെച്ചേക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഇങ്ങോട്ട് നടന്ന് വന്നുകൊണ്ട് ഇതാണ്ട് ഗോകർണാഥ ശിവ കേവിലെത്തി കേട്ടോ. ഇതാണ് ഗോകർണാഥ ശിവ കേവ് എന്ന് പറയുന്നത്. ഇവിടൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക്. മൊത്തം ഇരുട്ടാണ് കേട്ടോ. വെട്ടമൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല. കാരണം മൊത്തം ഇരുട്ടായിട്ട് കിടക്കുക. വെട്ടം കുറവാണ്. അന്നേരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും. അങ്ങോട്ടും ഉണ്ട് കേട്ടോ. അങ്ങോട്ടുണ്ട് അവിടെ ചെറിയൊരു ക്ഷേത്രം പോലെ എന്തോ ഒരു കവാടമെല്ലാം ഉണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. ഗോകർണ ശിവ കേവിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ കുഡ്ല ബീച്ച് ഉള്ളത് കേട്ടോ. അങ്ങനെ കുഡ്ല ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു റിസോർട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നൊരു ബീച്ചാണ് കേട്ടോ ഈ കുഡ്ല ബീച്ച് എന്ന് പറയുന്നത്. കണ്ടില്ല, ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട്. അല്ലാണ്ട് ആ കാണുന്നതാണ് HB റോക്ക് എന്ന് പറയുന്നത്. ഇത് ചരിത്രപരമായിട്ടുള്ളൊരു
പൊടിയെല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. നല്ലൊരു ബീച്ചാണ് കേട്ടോ. ഇത് രണ്ട് സൈഡിലും മലയൊക്കെ ആയിട്ട് നല്ലൊരു ബീച്ച്. അങ്ങനെ തിരിച്ച് നടന്ന് റൂമിൻ്റെ അടുത്തെത്താറായി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതല്ല, ഇവിടെ ബൈക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാര്യം. കാരണം ഓരോ സ്ഥലങ്ങളും അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അപ്പോൾ ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് നാളെ ചോദിക്കാം ബൈക്കിന് എങ്ങനെ ഒരു ദിവസത്തിന് റെൻ്റ് എങ്ങനെയെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, മാക്സിമം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.